ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിത്യ വന്ന സമയത്ത് തന്നെ ജീവൻ അവിടെ നിന്ന് പോയത് കാരണം നിത്യയ്ക്ക് ജീവനെ കാണാൻ സാധിച്ചില്ല. ഹരി നിത്യ ഓരോന്ന് പറഞ്ഞതിന് ശേഷം ഹരി അകത്തേക്ക് പോയപ്പോൾ അമ്മാവനോട് ചോദിക്കുകയാണ് നിത്യ, അയാളെ അങ്കിളിന് പരിചയമുണ്ടോ എന്ന്. എനിക്ക് പരിചയമില്ലെന്ന് അമ്മാവൻ. എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിത്യയും പോകുന്നു. ശബ്ദം അത് തന്നെയാണ്, എന്തോ ഇപ്പോൾ ഇങ്ങനെ എന്നൊക്കെ നിത്യ ഇങ്ങനെ ചിന്തിക്കുന്നു. ശേഷം കാണിക്കുന്നത് ആരെയും ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ വീട്ടിലിരുന്ന് മദ്യപിക്കുകയാണ് രഘു. സാറ അവിടേക്ക് വന്നു. അങ്കിൾ എന്തായി കാണിക്കുന്നത് എന്ന് സാറ ചോദിക്കുമ്പോൾ, സോറി മോളെ, മദ്യം ഉപയോഗിക്കരുത് എന്ന് വിചാരിച്ചതാണ് ഞാൻ, പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് രഘു പറയുന്നു. ഞാൻ എന്ത് പ്രതീക്ഷയിലാണ് ഇനി ജീവിക്കേണ്ടത്? എൻ്റെ സുജാത, എൻ്റെ മക്കൾ, അവരെവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ രഘു സങ്കടത്തോടെ പറയുന്നു. അങ്കിൾ ഇനി മനസ്സ് തകർന്നിങ്ങനെ സംസാരിക്കരുത്, അവരെവിടെയെങ്കിലും ഉണ്ടാകും. തൽക്കാലം നമ്മുടെ കണ്ണെത്താ ദൂരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിലും നമുക്കവരെ കണ്ടെത്താം അങ്കിൾ എന്നൊക്കെ ഇങ്ങനെ സാറ പറയുന്നു. അങ്കിളിന് സ്വന്തം കുടുംബത്തോടുള്ള സ്നേഹം ദൈവം കാണാതിരിക്കുമോ? ദൈവം കൂട്ടിച്ചേർക്കാതിരിക്കുമോ എന്നൊക്കെ സാറ പറയുന്നു. ദൈവത്തെക്കുറിച്ച് എന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് സുജാതയാണ്. ഏത് കാര്യത്തിൻ്റെയും അവസാനം അവൾ പറയുന്ന ഒരു വാക്കുണ്ട്, എല്ലാത്തിനെയും ഞാൻ ദൈവത്തിൽ അർപ്പിച്ചു എന്നത്. എന്നിട്ട് ആ ദൈവം എവിടെയെന്നൊക്കെ സങ്കടത്തോടെ രഘു പറയുന്നു. അയൽ രാജ്യക്കാരുടെ തടവിൽ ഏകാന്തതയിൽ ഞാൻ കിടന്നപ്പോൾ കരുതിയത് അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുരിതം എന്താണ്. പക്ഷെ അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയപ്പോൾ എന്നെ കാത്തിരുന്നത് അതിനേക്കാൾ എത്രയോ വലിയൊരു ദുരന്തം തന്നെയാണ് എന്ന് പറഞ്ഞ് രഘു വീണ്ടും മദ്യപിക്കുന്നു. മോളെ, ഈ കുടുംബം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. അതൊരു നമ്മുടെ ചിറക് തന്നെയാണ്. നല്ല വെള്ളത്തിൽ അത് നമ്മുടെ കൂടെ ഉണ്ടാകും. നമുക്ക് ആകാശത്തിലേക്ക് പറക്കാൻ, ലോകം മുഴുവനും കണ്ടു നടക്കാൻ. പക്ഷേ ആ ചിറകിന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഇതുപോലെ എഴുന്നേക്കാനോ നിൽക്കാനോ നടക്കാനോ പറ്റാത്ത അവസ്ഥയിൽ ഒരു മാംസപിണ്ഡമായി പോകും മനുഷ്യൻ. വീണ്ടും രഘു മദ്യപിക്കുമ്പോൾ സാറ അതിനെ തടയുന്നുണ്ട്. ആ കനലിൻ്റെ കത്തലൊന്ന് അടങ്ങട്ടെ സാറ എന്ന് പറഞ്ഞിട്ട് വീണ്ടും മദ്യപിക്കുകയാണ് രഘു. ബോധമൊന്നും മറയണ്ടേ എന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുമെന്നും രഘു പറയുന്നു. ആ ചിന്തകൾ എന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അതിഥിയെ പിടിച്ചു നിർത്തിയിട്ട് അവസാനം ഞാൻ സാറ മോൾക്ക് ഒരു ഭാരമാകുമോ എന്ന് രഘു പറയുമ്പോൾ സാറ പറയുന്നു, അങ്ങനെ വിചാരിക്കരുത് അങ്കിൾ. ജീവനെയും ജ്യോതിയും പോലെ തന്നെയാണ് ആൻറ്റി എന്നെയും കരുതിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ ഒരു അന്യമായിട്ട് കാണുന്നത് എന്നൊക്കെ പറയുന്നു. ഞാൻ അങ്കിളിൻ്റെ കൂടെയുണ്ട് എന്നൊക്കെ സാറ പറയുന്നു. താങ്ക് യു മോളെ, ഞാനൊന്ന് പുറത്തേക്ക് പോകുകയാണെന്ന് രഘു. അത് വേണോ അങ്കിൾ എന്ന് സാറ ചോദിക്കുന്നു. വേണം, പുറത്തിറങ്ങി ഒന്ന് നടന്നു കഴിയുമ്പോൾ കാലുകൾക്ക് വല്ലാത്തൊരു ഭാരം തോന്നും. എന്നിട്ട് തിരിച്ചെത്തുമ്പോൾ തളർന്ന് കുറച്ചു നേരം കിടക്കും. അപ്പോൾ കണ്ണുകളിൽ ഉറക്കം തോന്നും. അപ്പോൾ നല്ല ഉറക്കം കിട്ടും എന്നൊക്കെ രഘു പറയുന്നു. ഞാൻ പോയിട്ട് വരാം മോളെ എന്ന് പറയുന്നുണ്ട്. പിന്നെ മോളുടെ കാര്യങ്ങളൊക്കെ ചെയ്തോണം കേട്ടോ. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ ദുരിതങ്ങളോടും നമ്മൾ പ്രതികരിക്കാൻ നിന്നാൽ ഒരാളുടെയും മനസ്സ് നേരെ നിൽക്കത്തില്ല. എൻ്റെ വിധി ഇങ്ങനെയൊക്കെ ആയിപ്പോയി കുട്ടി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് രഘു അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ രഘു അവിടെ ഇങ്ങനെ നടക്കുകയാണ്. റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ സുജാതയെ പോലെ ഒരു സ്ത്രീ തിരിഞ്ഞു നിൽക്കുന്നതായി കാണുന്നു. പെട്ടെന്ന് അവിടേക്ക് ഓടി വരികയാണ് രഘു. സുജാത എന്ന് പറഞ്ഞ് വിളിക്കുന്നു. താനിത് എവിടെയായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു. എന്നെ തനിച്ചായി പോകാൻ തനിക്ക് എങ്ങനെയാണോ തോന്നിയത്? നമ്മുടെ മക്കൾ എവിടെ? എനിക്കവരെ കാണണം. നമുക്ക് നമ്മുടെ മക്കളടുത്തേക്ക് പോകാം എന്നൊക്കെ രഘു പറയുന്നുണ്ട്. ഞാൻ തന്നെ വിളിക്കാത്തതിൽ തനിക്ക് പരിഭവമായിരുന്നോ? ഞാൻ പെട്ടുപോയതാടോ? തൻ്റെ രഘുവേട്ടൻ തടവുകാരനായി പോയടോ? അവിടുന്ന് സ്വതന്ത്രയായിട്ട് ആദ്യം ഞാൻ തന്നെ കാണാനാണ് വന്നത്. എടോ സുജാതെ, താൻ എന്തെങ്കിലും ഒന്ന് പറയടോ, അല്ലെങ്കിൽ താൻ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കേ. എൻ്റെ മനസ്സ് ചുട്ടു പൊള്ളുവാടോ. അതൊന്ന് തണുപ്പിക്കാൻ തൻ്റെ സ്നേഹം കൊണ്ട് മാത്രമേ കഴിയൂ. സുജാതെ, താനല്ലാതെ എനിക്ക് വേറെ ആരാടോ ഉള്ളത് എന്ന് പറഞ്ഞ് സുജാതയെന്ന് വിചാരിച്ച് ആ സ്ത്രീയെ കെട്ടിപ്പിടിക്കുകയാണ് ഇപ്പോൾ രഘു. എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ തള്ളി മാറ്റുന്നുണ്ട്. ഇതെന്ത് പണിയാണ് രഘുവേട്ട കാണിക്കുന്നത്? ഇത്രയും നാൾ അയൽപ്പക്കത്ത് താമസിച്ചിട്ട് ഇങ്ങനൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ. ഇത് കേട്ട് പെട്ടെന്ന് രഘു പറയുന്നു, അത് ഞാൻ പെട്ടെന്ന് സുജാതയാണെന്ന് വിചാരിച്ചിട്ട് എന്ന് പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നു, അത് വല്ലാത്തൊരു വിചാരമാണല്ലോ. വീട്ടുകാരെ കാണാതായ സങ്കടത്തിൻ്റെ പേരിൽ വഴിയിൽ ആരെ കണ്ടാലും കയറി പിടിക്കാമെന്നാണോ? അവരുടെ ഭർത്താവ് അവിടേക്ക് വന്നു. എന്താ എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നു, ഞാനിവിടെ മോള് വരുന്നത് കാത്ത് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഓടി വന്ന് എൻ്റെ കൈ പിടിച്ച് എന്തൊക്കെയോ പറയുന്നു. എന്നെ കെട്ടിപ്പിടിക്കാന്ന് വെച്ചാൽ എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യത്തോടെ രഘുവിനെ നോക്കുന്നു. മോഹൻ സോറി എന്ന് രഘു പറയുന്നു. മോഹൻ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. പെട്ടെന്ന് കണ്ടപ്പോൾ സുജാത നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, രഘു സാറ് പോകാൻ നോക്ക്. ഇത്തരം മാനസിക പ്രശ്നമുണ്ടെങ്കിൽ പുറത്തിറങ്ങി നടക്കാത്തതാണ് നല്ലത്.
എല്ലാവരും ചിലപ്പോൾ എന്നെ പോലെ ക്ഷമിച്ചു എന്ന് വരത്തില്ലെന്നും പറയുന്നു. അങ്ങനെ ഇപ്പോൾ രഘു അവിടെ നിന്ന് പോകുന്നു. അയാൾ ഭാര്യയോട് പറയുന്നു, ഭാര്യയും മക്കളും ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. ഇങ്ങനെ കയ്യിൽ നിന്ന് പോയെന്നാ തോന്നുന്നത്. അയാളെ കാണുമ്പോൾ നീ ഒന്ന് സൂക്ഷിച്ചോ. നിന്റെ കാര്യം മാത്രമല്ല, റെസിഡൻസിലുള്ള മറ്റു പെണ്ണുങ്ങളുടെയും പറഞ്ഞേക്ക്. ബാ പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഇപ്പോൾ അകത്തേക്ക് പോകുന്നു. രഘു ഇങ്ങനെ പറയുന്നു, സുജാതെ ഇവർക്കൊന്നും അറിയില്ല. രഘുവിന് സുജാത ആരാണെന്ന് അറിയില്ല. നീ എനിക്ക് തരുന്ന സ്നേഹത്തിൻ്റെ അളവ് എത്രയാണെന്ന് അറിയില്ല. എനിക്കിങ്ങനെ രഘു സങ്കടത്തോടെ പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. ഈ സമയം സുജാത ബെഡിൽ കിടക്കുകയായിരുന്നു. എന്തൊക്കെ ആലോചിച്ചാണ് സുജാത കിടക്കുന്നത്. രഘുവിനെ കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. എന്നിട്ട് സുജാത പില്ലോയ്ക്കടിയിൽ വെച്ചിരുന്ന സുജാതയുടെയും രഘുവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതെടുത്ത് വെച്ച് ഇങ്ങനെ നോക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം രഘു നടന്ന് ഒരു സ്ഥലത്ത് വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു കടയുടെ ഒരു തിണ്ണയിൽ അവിടെയാണ് വന്നിരിക്കുന്നത്. എനിക്കറിയില്ല ഇനി എന്ന് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അതോ കാണുമെന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ടിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സുജാത. ഈ സമയം അമ്മയെന്ന് വിളിച്ച് ആദ്യം അവിടേക്ക് വരുമ്പോൾ പെട്ടെന്ന് എണീച്ച സുജാതയുടെ കയ്യിൽ നിന്നും അവിടെ ഇരുന്ന കുങ്കുമച്ചിപ്പ് താഴെ വീണ് പോകുന്നുണ്ട്. അത് നോക്കി കരയുകയാണ് സുജാത. സുജാത പണ്ടത്തെ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. സുജാതയുടെയും രഘുവിൻ്റെയും പ്രണയത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. നിത്യയും സുജാതയും പിന്നെ ജ്യോതിയും ശരവണനുമാണ് ആ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് ഇപ്പോൾ രഘു വരുന്നു. രഘു പിന്നിൽ ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് വരുന്നത്. എന്താ ശരവണ ഒരു ചർച്ചയെന്നൊക്കെ ചോദിക്കുന്നു. നിങ്ങളെപ്പറ്റി തന്നെയാണെന്ന് ശരവണനും. ഈ ചർച്ചയിൽ ഞാനില്ല, എല്ലാവരും വട്ടം വളഞ്ഞുകൊണ്ടിരുന്ന് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് സുജാത. കളിയാക്കിയതൊന്നും അല്ല ചാ, കാര്യം ആണെന്ന് നിത്യയും പറയുന്നു. ഡ്രസ്സ് അയ്യൽ വിരിച്ചിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സുജാത. അല്ല ഇതെൻ്റെ അച്ഛൻ്റെ കയ്യിലെന്ന് ജോലി ചോദിക്കുന്നു. ഇതൊന്നുമില്ല, ഇത് വേറൊരു കാര്യമെന്ന് രഘു പറയുന്നു. അതെന്താ വേറൊരു കാര്യം നോക്കട്ടെ എന്ന് ജ്യോതി വീണ്ടും പറയുന്നു. അത് നിങ്ങൾക്കുള്ളതല്ല എന്നൊക്കെ രഘു പറയുമ്പോൾ എന്നാ പിന്നെ കണ്ടിട്ടേ ഉള്ളൂ ആകെ കാര്യം എന്ന് പറഞ്ഞ് രഘുവിൻ്റെ കയ്യിലുള്ള ആ സമ്മാനപ്പൊരി നോക്കാൻ ശ്രമിക്കുകയാണ് ജ്യോതി. രഘു ഏട്ടാ ഇത് എന്തായി കാണിക്കുന്നത്, അങ്ങോട്ട് കൊടുക്കുമെന്ന് സുജാത പറയുമ്പോൾ രഘു അത് വാങ്ങി ജ്യോതി അത് വാങ്ങി തുറന്നു നോക്കുന്നു. അതിൽ ആദ്യം തന്നെ ഒരു റോസാപ്പൂവാണ് ഇരുന്നത്. സുജാതയ്ക്കുള്ളൊരു സമ്മാനം തന്നെയായിരുന്നു അത്. ജ്യോതി അത് തുറന്നു നോക്കി. എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ട് അത് എന്താണെന്ന് അറിയാനായിട്ട്. അതിൽ ആ കുങ്കുമച്ചിപ്പ് തന്നെയായിരുന്നു. അതാണ് ഇപ്പോൾ വീണ് പോയിരിക്കുന്നത്. എന്ത് ഭംഗിയായിട്ട് കാണാൻ, ഇത് ആർക്കാ അച്ഛാ എന്നൊക്കെ ജ്യോതി ചോദിക്കുന്നു. അച്ഛൻ്റെ നിൽപ്പ് കണ്ടാൽ അറിഞ്ഞൂടെ ഇത് ആർക്കുള്ളതാണെന്ന് എന്നെ നിത്യയും പറയുന്നു. കല്യാണ വാർഷികൻ്റെ ഡേറ്റ് ആയിട്ടില്ലല്ലോ, പിന്നെ എന്തായെന്ന് ജ്യോതി. എനിക്കറിയാം സാർ, ആദ്യമായി സുജാത മേഡത്തിനെ കണ്ടത് ഇന്നല്ല എന്നൊക്കെ ശരവണനും സന്തോഷത്തോടെ പറയുന്നു. അതൊന്നുമല്ല എന്ന് രഘു. പിന്നെ എന്താണെന്ന് ജോലി ചോദിക്കുമ്പോൾ നാണത്തോടെ നിൽക്കുകയാണ് സുജാത. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.